JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദേവതാ വിഷയത്തിൽ ചന്ദ്രനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചന്ദ്രനെ കൊണ്ട് നമുക്ക് ഏതെല്ലാം ദേവതകളെ അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ദേവതകളാണ് അതിൽ നിന്ന് സൂചന നൽകുന്നത്. ഓരോ രാശിയിലും അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഇതിനെല്ലാം തന്നെ വ്യത്യാസം വരികയും ആ വ്യത്യാസം എന്താണെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അത് ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷത്തിലെ കാര്യങ്ങൾ അറിയണമെന്ന് ചിന്തിക്കുന്നവർക്കും ദേവതാ വിഷയം പ്രധാനമായി എല്ലാവരിൽ നിന്നും കിട്ടുന്നതല്ലാത്തതുകൊണ്ടും അതറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചന്ദ്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അത് ദുർഗയാണെന്നാണ് പറയുന്നത്. ദുർഗാദേവത. ബലഹീനനാണ് ചന്ദ്രനെങ്കിൽ അതിനെ ഭദ്രകാളി എന്നും പറയുന്നു. ബലഹീന ചന്ദ്രൻ ചൊവ്വായുടെ ക്ഷേത്രത്തിലായാൽ അത് ചാമുണ്ടിയും രക്തേശ്വരിയുമാണ് എന്നുള്ള സൂചനയുണ്ട്. കാരണം ചൊവ്വയെ സൂചിപ്പിക്കുന്നത് തന്നെ ഭദ്രകാളി എന്നുള്ള ഒരു രീതിയിലാണ്, രക്തേശ്വരി ഭദ്രകാളി. അപ്പം ചന്ദ്രൻ ബലഹീനനായിട്ട് ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് രക്തേശ്വരി ചാമുണ്ടി എന്നുള്ളതിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ വ്യാഴത്തിൻ്റെ കേന്ദ്ര ത്രികോണത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അന്നപൂർണേശ്വരിയാണ് സൂചിപ്പിക്കുന്നത്. ബുധൻ്റെ കേന്ദ്ര ത്രികോണത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ, കേന്ദ്രം എന്ന് പറഞ്ഞാൽ ലഗ്നം 4, 7, 10, ത്രികോണം എന്ന് പറയുമ്പോൾ ലഗ്നവും 5, 9. ഇതിൽ സാധാരണഗതിയിൽ ത്രികോണ രാശി എന്ന് പറയുമ്പോൾ മിക്കവാറും കേന്ദ്രത്തിൽ ലഗ്നം വരുന്നതുകൊണ്ട് 5, 9 സാധാരണ എല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ 5, 9 വന്നാലും ലഗ്നം 4, 7, 10 വന്നാലും ഇത്രയുമാണ് കേന്ദ്ര ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാവത്തിൽ വരുമ്പോഴാണ് വ്യാഴത്തിൻ്റെ കേന്ദ്ര ത്രികോണത്തിൽ ചന്ദ്രൻ വരുമ്പോൾ അന്നപൂർണേശ്വരിയാവുന്നു, ബുധൻ്റെ കേന്ദ്ര ത്രികോണത്തിൽ വരുമ്പോൾ സരസ്വതിയാകുന്നു, ശുക്രൻ്റെ കേന്ദ്ര ത്രികോണത്തിൽ വരുമ്പോൾ അത് വൈഷ്ണവിയാകുന്നു. ഗുരു ശുക്രൻ രണ്ടിൻ്റെയും കേന്ദ്ര ത്രികോണത്തിലാണ് ചന്ദ്രൻ വരുന്നത് എങ്കിൽ ആ ദേവത രാജരാജേശ്വരിയാണ് എന്നുള്ളതാണ്. അതുപോലെ 10ാം ഭാവത്തിൽ ജലരാശിയിൽ ആണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ മഴ നനഞ്ഞിരിക്കുന്ന ദുർഗയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. സൂര്യൻ്റെ കേന്ദ്ര ത്രികോണത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ രക്തബീജ സംഹാരിണി എന്ന് പറയും. ചൊവ്വയുടെ കേന്ദ്ര ത്രികോണത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ അത് കുലനാശിനി എന്നാണ്. അതായത് ശുംഭ നിശുംഭന്മാരെ വധിക്കാനായി പുറപ്പെടുന്ന ഭദ്രകാളി രൂപം എന്നുള്ള ഒരു സൂചനയാണ് തരുന്നത്. അതുപോലെ ശനിയുടെ കേന്ദ്ര ത്രികോണത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ മഹിഷാസുര മർദിനിയാണ്. ചന്ദ്രസ്ഫുടത്തേക്കാൾ ശനിസ്ഫുടം കുറവായാൽ സംഹാരത്തിന് ഒരുങ്ങി പുറപ്പെടുന്ന ദുർഗ എന്നുള്ളതാണ്. അതുപോലെ ചന്ദ്രസ്ഫുടത്തേക്കാൾ ശനിയുടെ സ്ഫുടം കൂടുതലാണെങ്കിൽ ആ മഹിഷാസുര വധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദുർഗ എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചന്ദ്രൻ ശനിയുടെ ദൃഷ്ടിയോടെ ഗുരുവിൻ്റെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ മാതങ്കി എന്നാണ്. ചന്ദ്രൻ ബുധ-ശനി ദ്രേക്കാണത്തിലാണ് വരുന്നത് എങ്കിൽ ശ്യാമളാദേവിയാണ്. ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ഗുരുവും ത്രികോണത്തിൽ ശുക്രനും വരിക, ഗുരുവോ ശുക്രനോ ബുധനോട് ചേരുക, ഇങ്ങനെ വന്നാൽ യശോദയെ ഗർഭം ധരിച്ചിരിക്കുന്ന മോഹിനി എന്നും പറയും. അതുപോലെ ചന്ദ്രന് സൂര്യൻ്റെ യോഗവും ശനിയുടെ ദൃഷ്ടിയും ഇവ വരികയും ഗുരു വ്യാഴം കേന്ദ്രത്തിൽ വരികയും ചെയ്താൽ ശാസ്താവിൻ്റെ മാതാവായ മോഹിനിയായിട്ടും സൂചിപ്പിക്കുന്നു. അപ്പോൾ ചന്ദ്രനെ കൊണ്ട് ഏതെല്ലാം ദേവതാ രൂപങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി മലയാളത്തിലെ അതിപുരാതനമായ ഗ്രന്ഥമായ പ്രശ്ന രീതിയിൽ പറയുന്ന ചില കാര്യങ്ങളും കൂടെ പറയാം. അത് മേടത്തിലും അതുപോലെ ചന്ദ്രനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കാര്യം പറയുന്നില്ല എന്നുള്ളതാണ്. ഇടവത്തിൽ ദുർഗയായും മിഥുനത്തിൽ വിമാന സമ്മോഹിനി എന്ന് പറയുന്നു. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കർക്കിടകത്തിൽ ചന്ദ്രൻ ജലദുർഗയാണ്, ചിങ്ങത്തിൽ ഭദ്രകാളിയാണ്, കന്നിയിൽ
ഗർഭമുരുക്കി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് മലയാള ഗ്രന്ഥമായതുകൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള നാട്ടിൽ, ഇപ്പം തെക്കൻ കേരളം, വടക്കൻ കേരളം, മധ്യ കേരളം, ഈ 3 വിഭാഗങ്ങളിലും ആരാധനാ സമ്പ്രദായത്തിൽ അനവധി ദേവതാരൂപങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന തെക്കൻ കേരളത്തിൽ അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇത് വടക്കൻ കേരളത്തിലെങ്ങാനും ഉള്ള ഏതെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. അതുപോലെ തുലാൻ രാശിയിലെ ചന്ദ്രനെ ഭദ്രകാളിയെ സൂചിപ്പിക്കുന്നു. വൃശ്ചികത്തിൽ രക്തേശ്വരിയെ സൂചിപ്പിക്കുന്നു. ധനുവിൽ വനദുർഗയാണ്. ഇതെല്ലാം ചന്ദ്രൻ്റെ കാര്യമാണ്. ധനുവിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ. മകരത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ പ്രേതനാഗം എന്ന് പറയുന്നു. കുംഭത്തിലെ കാര്യം സൂചിപ്പിക്കുന്നില്ല. മീനത്തിൽ വനദുർഗ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ചന്ദ്രനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഇത്രമാത്രം ദേവതാരൂപങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ചന്ദ്രൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ഏത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതുപോലെ ചന്ദ്രൻ ആണോ അതുപോലെ ബലഹീനനാണോ എന്നൊക്കെ അറിഞ്ഞ് നമുക്ക് കൃത്യമായി ദേവതാരൂപം നിർണയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.